ഇതെന്തത്? ഇതിപ്പോ സ്ഥിരമായത് എന്താണ് ഇവിടെ? അല്ല ആരാണ്? ഞാൻ ഇവിടെ ക്ലീനിങ്ങില് ജോലി ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഹായ് ചേച്ചി. കണ്ടാ പറയില്ല. ഇത്രയും സ്റ്റൈലുള്ള പെൺകുട്ടിയൊക്കെയാണോ ക്ലീൻ ചെയ്യാൻ? ആ ഇങ്ങനെ ഒരുങ്ങി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ അല്ല, എന്താ ഇവിടെ? ഇതെന്റെ അച്ഛൻ. സദാശിവൻ പറയച്ചാ. ഞാൻ പറയില്ല. പറയച്ചാ. ഞാൻ അവന്റെ കാര്യം പറയില്ല. നിന്റെ ഭർത്താവൊക്കെ ശരി, ഞാൻ അത് പറയില്ല. നീ വേണമെങ്കിൽ പറഞ്ഞു. നിനക്ക് കൂട്ടിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഇല്ലേ, ഞാൻ ഇപ്പൊ പോകും. പിന്നെ സാർമാർ, എന്റെ ഭർത്താവിന്റെ പേര് ബിനോയ് എന്നാ. അവൻ ബിനോയ് അല്ല, എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആരോ അവൻ കൊട്ടേഷൻ കൊടുത്തോണ്ടിരിക്കുന്ന സുനാമി. അച്ഛൻ മിണ്ടാതിരിക്കച്ചാ, കഷ്ടമാണ്. മിണ്ടരുത്. ഞാൻ മിണ്ടുന്നില്ല. അച്ഛൻ ഈ പ്രായത്തിലും ജോലിക്ക് പോകും. പിന്നെ ഞാനും ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്താണ് വീട് കഴിഞ്ഞു പോണത്. അപ്പൊ ചേട്ടൻ ജോലിക്കൊന്നും പോവത്തില്ല. പോയാലും സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കില്ല സാറേ. അപ്പൊ നിങ്ങളുടെ കെയർ ഓഫിലോ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ? ഫാദറിൽ തന്നെ പറയല്ലേ? അല്ല, നിങ്ങളൊക്കെ പറഞ്ഞ ചേട്ടൻ എന്തായാലും കേൾക്കും. ഒരു കാര്യം, നീ അവനെ വിളിച്ചോട്ടെ, ചേട്ടനെ വിളിക്കട്ടെ. ബിനോയ് ചേട്ടാ, എവിടെ? വാ ഇങ്ങോട്ട് വാ. ഇവരൊക്കെ ആരാ നോക്ക്. നമസ്കാരം. എല്ലാരും സിനിമയെ കണ്ടിട്ടേ ഉള്ളു, ഇവിടെ നേരിട്ട് കാണും. നീ എവിടെ വന്നിരിക്കുന്നേ? കൊച്ചെ ഏത് ഇവിടുത്തെ ആങ്കറാ? ഒരു 5-6 നല്ലത് നോക്കിയെടുത്തു. എന്തുവാ? എന്റെ ഷർട്ടും മുണ്ടും തൂക്കിയിടാ. അയ്യേ, ഇത് ഹാങ്ങർ അല്ല, അവതാരക. എന്ന് വെച്ചാലേ ഒരു ഏത് വിഷയം കിട്ടിയാലും നിർത്താതെ കുറേ നേരം സംസാരിക്കാൻ കഴിവുള്ളവരെയാണ് ആങ്കർ എന്ന് പറയുന്നത്. ഏത് വിഷയം കൊടുത്താലും നിർത്താതെ കുറേ നേരം സംസാരിക്കും. ശരിക്കും? സത്യം. എനിക്ക് അങ്ങോട്ട് അത്ര വിശ്വാസം പോരാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പിന്നെന്താ? ഏത് വിഷയം കിട്ടിയാലും നിർത്താതെ സംസാരിക്കും. അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച്. അത് ഇന്നോ നാളെയോ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഭയങ്കര ദോഷം സംഭവിക്കുകയാണ്. അപ്പൊ നമുക്ക് പുതിയ അണക്കെട്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആ വിഷയത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കും. എന്താണ്? പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ വിഷയത്തെ കുറിച്ചൊക്കെ അധികം സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ല ചേട്ടാ? അതെന്താ, സംസാരിച്ചുകൂടെ? അല്ല, ഏത് വിഷയത്തെ കുറിച്ചും നിർത്താതെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അല്ല അങ്ങനല്ല. നമ്മള് എന്റെ കുട്ടി ഒരു മലയാളിയാണോ? ബപ്പപ്പ അടിക്കാതെ മലയാളിയാണോ? അപ്പൊ നമുക്ക് പുതിയ അണക്കെട്ട് വേണ്ടേ? വേണം. അതങ്ങ് പറഞ്ഞാ മതി. ഒരാളെ പോയിരുന്നു, ഒരു ആങ്കറുണ്ട്, അതിൽ തൂങ്ങി അവിടെ പോയി. ഒരു വിഷയം കൊടുത്താൽ എത്ര നേരം സംസാരിക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഒരു വിഷയം ഉണ്ടാക്കി നോക്കാം, അപ്പൊ അറിയാം. നിൽക്കുന്ന എന്റെ ഭാര്യയാണ്. ഒരു വിഷയം വേണ്ട, വളവളാന്ന് സംസാരിച്ചോളും. എല്ലില്ലാത്ത നാക്കാണെന്നും പറഞ്ഞ് ഇതുപോലൊരു സാധനത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബിനോയ് ചേട്ടാ, ഞാൻ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇവിടെ വന്നതുകൊണ്ട് വിവരക്കേട് പറയല്ലേ. നിങ്ങൾ ഞാൻ എത്ര നാളായി സഹിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് അന്നോട്ട് തുടങ്ങിയാണ്. ഒരു പണിക്ക് പോത്തില്ല, വേലയ്ക്ക് പോത്തില്ല, ഒന്നിനും പോത്തില്ല. മതിയായി എനിക്ക് ജീവിച്ചിട്ട്. എന്തേലും വിഷയമുണ്ടോ? ഇത്ര നേരമാണ് സംസാരിച്ചത്. അപ്പൊ ഇവളെയല്ലേ ശരിക്കും ആങ്കറാക്കേണ്ടത്? നീ നാണം കെടുത്താൻ വേണ്ടി നടക്കാനടാ. സത്യം പറഞ്ഞ നീ ഒന്ന് ചിന്തിച്ചു നോക്കും. നീ ഒരു ജോലിക്കും മുകളിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഞാൻ നോക്കും, ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ മോക്കാരുണ്ട്, നീ അത് പറ. മാമ അങ്ങനൊന്നും പറയരുത്. ഞാൻ പറയൂടാ, എനിക്ക് ദണ്ണമുണ്ടാ. ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ മോക്കാരുണ്ട്, നീ അത് പറ. എന്റെ മാമ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം ഒന്നും പറയരുത്. നിനക്ക് ചങ്കുണ്ടാന് ഉണ്ട്. മാമൻ ചത്തു കഴിഞ്ഞാ ഞാൻ പത്രത്തിൽ വലിയൊരു കളർ ഫോട്ടോ ഇട്ട് ഞാൻ ന്യൂസ് കൊടുക്കും. മാവന്റെ പാവന സ്മരണയ്ക്കെന്നാണ് മക്കളെ? അല്ല, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഇതാണ് ഇവന്റെ സ്വഭാവം. ഇതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരാൻ നിൽക്കാത്തത്. അച്ഛനോട് പറയേണ്ട വാക്കുകളാണ്. ഒരു സ്ഥലത്ത് പണിക്ക് പോയാൽ സ്ഥിരമായിട്ട് നിക്കത്തില്ല. അതെന്റെ കുഴപ്പമല്ല, അവരെന്നെ പറഞ്ഞു വിടുകയാണ്. എന്താ കാര്യം? ഒരു കാരണം ഉണ്ടാവും. ഞാൻ കാരണം പറഞ്ഞുതരാം. ഞാൻ ഇവന് പല ജോലിയും കളഞ്ഞു. അങ്ങനെ ഞാനായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ ജോലി വാങ്ങിച്ചു കൊടുത്ത് കിളിയായിട്ട് അതേ കിട്ടിയുള്ളൂ. അവൻ കളഞ്ഞിരിക്കുന്നു. അതെ, എങ്ങനെയാ കളഞ്ഞു? കിളി ബെല്ലടിക്കുവോ? ബെല്ലടിക്കും. ഞാൻ ബെല്ലടിച്ചാലാണ് നാട്ടുകാർ എന്നെ എടുത്തിട്ട് അടിച്ചത്. എവിടെ പോയാ ബെല്ലടിച്ചെന്ന് അറിയോ സാറേ? അപ്പുറത്ത് സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ഉച്ച സമയത്ത് ക്ലാസ് നടന്നപ്പോ ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ പോയി ബെല്ലടിച്ച് പിള്ളേരെല്ലാം കൂടെ 4 വഴി ചിതറി ഓടി. പിന്നെ അവരടിക്കാതിരിക്കോ? അതിന് ഞാൻ സമാനം പറഞ്ഞുണ്ട്. അതിനുശേഷം വേറൊരു സംഭവം ഉണ്ടായി. പെട്രോൾ പമ്പിന് ഞാൻ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് അതും കൊണ്ട് നശിപ്പിച്ചത്. അതെന്താ? അത് എന്റെ കുഴപ്പമല്ല സാറേ. പിന്നെ നിന്റെ കുഴപ്പമില്ലാതെ നാളെ ഐശ്വര്യമായിട്ട് ചെന്ന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നാണ്. ആ പമ്പിന് ചുറ്റും ഞാൻ കർപ്പൂരം കത്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആരതി ഒഴിഞ്ഞു. പെട്രോൾ പമ്പിന് ചുറ്റും ആരതി ഒഴിഞ്ഞു. ഇത് കണ്ടുകൊണ്ടുവന്ന് മുതലാളി എന്റെ ചെവുക്കലിന് അടിച്ചിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഇതെന്റെ തെറ്റാണോ? കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവന് ഇതാണ് ശിക്ഷയെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കണം? എല്ലാം മണ്ടത്തരവാ സാറേ. ഒരു പോലീസ് കേസ് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി 50,000 രൂപ ഞാൻ കെട്ടിവെച്ചു. 50,000 രൂപ പോലീസ് കേസ്. പിന്നെ പോലീസ് കേസ് ഉണ്ടാക്കി വെച്ചത്? പോലീസ് കേസ് എന്റെ കുഴപ്പമാണോ? നീ അല്ലേ ഉണ്ടാക്കി വെച്ചത്? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ ഒക്കത്തില്ല.
നമ്മൾ ആർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങൾ വ്യക്തമാക്കി പറയൂ കാര്യങ്ങൾ. സാറേ, ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ഒരു കെട്ടിടം നിന്ന് കത്തിയപ്പം അതിനുള്ളിൽപ്പെട്ട 6 പേരെ ഞാൻ വലിച്ച് വെളിയിലിട്ട് ജീവൻ രക്ഷിച്ചു. അതിനാണ് എന്നെ കള്ളക്കേസ് കുടുക്കിയേക്കുന്നത്. എന്താ കാര്യം അത്? ഇവൻ പുറത്തെടുത്തിട്ട് 6 പേരാരെന്ന് അറിയാം. തീ അണക്കി നിന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥര് അവരാണ് തൂക്കിയെടുത്ത് അവൻ പുറത്തിട്ടത്. എന്താ പിന്നെ കേസാവൂലേ? സർക്കാരിന്റെ കാര്യത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞു. ഞാനാണ് കാശ് കെട്ടി വെച്ചത്. എന്താ ഫയർഫോഴ്സുകാരുടെ ദേഹത്ത് തീ പിടിക്കത്തില്ലേ? ഞാൻ ഒരു ഇങ്ങനെയുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. വന്ന കാര്യം ഞാൻ പറയാം. കൂട്ടുകെട്ടാണ് സാറേ പ്രശ്നം. അതെ. ആണ്. എന്ത് കൂട്ടുകെട്ട്? നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. കൂട്ടുകെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ നാട്ടിലുള്ള സകല കള്ളുകൂടിയന്മാരായിട്ടാണ് ഇങ്ങനെ കൂട്ട്. ആണ്. എടാ, ഞാൻ നീ പറയും ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇപ്പൊ നമ്മുടെ ഒരു ചീത്ത കൂട്ടുകെട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ചീത്തയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കുടിയന്മാരുടെ കൂടല്ലേ. പക്ഷെ നീ അവന്മാരെ കൂടല്ലേ നടക്കുള്ളൂ. ഈ ചീത്ത കൂട്ടുകെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പറയരുത്. അതൊന്നും ശരിയായ എടാ, കാര്യം. അങ്ങനെ നമ്മളെ ചീത്ത കൂട്ടി ചെന്നാൽ നമ്മൾ അങ്ങനെ ആയി പോടാ മോനെ. അതൊന്നും അല്ല. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ചീത്ത കൂട്ടുകെട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എത്രയോ കാലങ്ങളായിട്ട് മദ്യത്തിന് കൂട്ട് സോഡയാണ്. സോഡയ്ക്ക് വല്ല ചീത്തപ്പേരും കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു ന്യായമാണോടാ നീ പറയുന്നത്? എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ന്യായമാണ്. നീ നടങ്ങിയതില്ല. ഞാൻ നമ്മൾ വന്ന കാര്യം പറയും. എനിക്ക് പോണം. എവിടെ പോണം? ഞാൻ ഉള്ള കാര്യം പറയാം. രാജു സാറിനോട് പറയാത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡാണ്, സിനിമ ഫീൽഡ്. ഞാൻ കുറച്ചു കാലം സിനിമയിലൊക്കെ ആയിരുന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്ത് കൂട്ടുന്നതെല്ലാം എന്റെ തലയിലായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് അതൊന്ന് ജോലി? ഒന്നുമല്ല, അത് ഭയങ്കര തള്ളാണ്. ഫിലിം പെട്ടി ഇല്ലേ, ഫിലിം പെട്ടി തലേ ചുമ്മി തിയേറ്ററിൽ നിന്ന് അടുത്ത തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് ഈ തള്ളി മറിച്ചത്. എടാ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. എടാ, അദ്ദേഹത്തിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. എടാ, ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസറെ സത്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് കിട്ടത്തില്ല. അറിയാം, അത് സത്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പന്തീര് പക്ഷമില്ല. എല്ലാവരോടും വളരെ ചിരിച്ച് സൗഹൃദത്തോടെ പെരുമാറുന്നു. അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവം. ഇപ്പൊ നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആയാലും ലൈറ്റ് പോയാലും എല്ലാവർക്കും ഒരേ ആഹാരമാണ്. അത് നല്ല രുചിയുള്ള ആഹാരം സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ. അത് രാജു സാറാണ്. അറിയാനൊക്കെ അങ്ങനെ കണ്ടു പഠിക്കണം. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആ പുള്ളിയുടെ നമ്പറാണ്. ഇതൊക്കെ രാജു സാറിന്റെ നമ്പറാണ്. ഇതൊക്കെ വൃത്തികേടല്ല. ഞാൻ പറഞ്ഞുതരാം. സാറിന് ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ട്. കിവീസ്. എന്താ അതിന്റെ പേര്? കിവിസോ. ആ റെസ്റ്റോറന്റില് പുഞ്ചിരിച്ചോണ്ട് വിളമ്പുന്ന ആൾക്കാരെന്നറിയോ? റോബോട്ടുകളാണ്. എന്തിനാണ് റോബോട്ടുകളെ നിർത്തിയേക്കുന്നത്? പൈസ കൊടുക്കണ്ട. തിരിച്ചോണ്ട് ആഹാരം നിങ്ങളല്ലേ പറഞ്ഞത്? തിരിച്ചുകൊണ്ടാണ് ആഹാരം വിളമ്പുന്നത്. അല്ല, അതിന് വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനെ മാസാമാസം ശമ്പളം കൂട്ടി കൊടുക്കേണ്ട സമരം ചെയ്യത്തില്ല. വരുന്ന വഴിക്ക് കൈയിട്ട് വാരി ഫുഡ് കഴിക്കത്തില്ല. ഒരാൾക്ക് കൊണ്ടുവന്ന ഫുഡ് കൃത്യമായിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുകൊടുക്കും. ഓവർ ടൈമിന് പ്രശ്നമില്ല. ഇനി ഇപ്പൊ കറണ്ട് തീരാറായാലും അത് തന്നെ താനേ പോയി നിന്ന് ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇതിലൊക്കെ ഉപരി ആരെങ്കിലും പീഡിപ്പിക്കാൻ ചെന്നാൽ ഷോക്ക് അടിച്ച് ചാവുകയും ചെയ്യും. അങ്ങനെ ബുദ്ധി കുറയും ചെയ്യാന്ന് രായക്കുട്ടനെ നീ അങ്ങനെ മോശക്കാരനാക്കണ്ട. അതാണ് അല്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? സാറിന്റെ സെറ്റിലും ഇനി റോബോട്ടുകൾ ഭക്ഷണം വിളമ്പി തുടങ്ങും. അങ്ങനെയൊന്നും സാറ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ കണ്ട് പഠിക്കാം. നല്ല ജീവിതത്തിൽ നിനക്ക് മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ. ഞാനും കുറെ നാള് സിനിമയിലൊക്കെ പോയാണ് സാറേ. ഞാൻ കുറെ നാള് സിനിമയിലൊക്കെ ജോലി ചെയ്തു. എന്തായിരുന്നു ഇവിടെ? ഞാൻ കസ്റ്റമർ കെയർ വർക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ സിനിമയിലെ കസ്റ്റമർ കെയർ സാറേ. അങ്ങനെ വല്ല കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ സാറൊക്കെ അഭിനയിക്കാൻ പോകുന്ന ആളല്ലേ സാർ? ഞാൻ കേട്ടിട്ടില്ല കസ്റ്റമർ കെയർ ടെലിഫോൺ സാറൊക്കെ അഭിനയിക്കാൻ പോയി ഈ തുണി സാറ് ഇടാനുള്ള ഷർട്ടൊക്കെ തേച്ച് തരത്തില്ലേ? കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. ഞാനാണ് കോസ്റ്റ്യൂം കസ്റ്റമർ കെയർ ആവും. കോസ്റ്റ്യൂമർ നീ അങ്ങനെ ജോലി ചെയ്താണ്. എന്നിട്ട് ആ ജോലി കണ്ടിന്യൂ പോകത്തത് അവിടുന്ന് പറഞ്ഞു വിട്ടു. അവിടുന്ന് പറഞ്ഞു വിട്ടാ? അപ്പൊ നീ എന്തെങ്കിലും മോശമായിട്ട് അവിടെ കാണിച്ചാണ്? മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം ഒരു ഫിലിമിന്റെ സെറ്റ് വർക്കിന് ചെന്നപ്പോ എന്നോട് ഒരു നടൻ പറഞ്ഞു എന്റെ കോസ്റ്റ്യൂം റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിവിടെ ചെന്നപ്പോ ആ ഡ്രസ്സിലെല്ലാം അദ്ദേഹത്തിന്റെ ഡ്രസ്സ് നോക്കിയപ്പോ അതെല്ലാം അഴുക്കായിരിക്കാണ്. ഞാനതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തേച്ച് കൊണ്ട് കൊടുത്തപ്പം ഈ ഡയറക്ടർ പറഞ്ഞു ഇതായതവനായി ചെയ്ത് അവനെ പറഞ്ഞു വിടാൻ. അയ്യോ, അതങ്ങനെയാണെങ്കിൽ ചെയ്തത് മോശമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ ഒരു ഡ്രസ്സ് നന്നാക്കി അല്ലേ? എന്തായിരുന്നു സംഭവം? അത് ഒരു പിച്ചക്കാരന്റെ വേഷമായിരുന്നു, കോസ്റ്റ്യൂം ആയിരുന്നു. ഞാനത് വൃത്തിയാക്കി കഴുകി തേച്ചു കൊണ്ട് കൊടുത്തു. കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നശിപ്പിച്ചു. ഇതാണല്ലോ നിന്നെ ആരും ഒരു സ്ഥലത്ത് അടുപ്പിക്കാത്തത്. പറയണ്ടല്ലോ, എന്നോട് പറഞ്ഞില്ല. ദിലീപേട്ടനായിട്ടൊക്കെ നല്ല പരിചയമുള്ളതല്ലേ? അപ്പൊ ദിലീപേട്ടന് ഒരു കടയില്ലേ, ദേ പുട്ട്, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും പുട്ടിന് പൊടി നനക്കാനോ? അല്ല, അത് അവിടെ ആള് ഇപ്പൊ ഓൾറെഡി ആയിപ്പോയി. അതുകൊണ്ട് അവിടെയോ ആയാ? അവിടെ ആളെ. നീ പൊറോട്ട അടിക്കോ?
നല്ല ചിക്കൻ കറിയാണെങ്കിൽ ഒരു 8 ഒറ്റ ഇരിപ്പിനടിക്കും. ഇങ്ങനെ അടിക്കുന്ന കാര്യമല്ല, ഇങ്ങനെ പൊറോട്ട അടിക്കുമെന്ന്. അയ്യോ അതെനിക്കറിയില്ല. അതും അറിയത്തില്ല. പിന്നെ ഞാൻ എന്ത് ജോലിയാണ് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരേണ്ടത്? എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കേട്ടാ സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ മോളെ ഓർത്തെങ്കിലും കാര്യം എന്റെ എന്തെങ്കിലും സാറേ ഒരു ജോലി നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഈ രാജു സാറ് വിചാരിച്ചാൽ നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ. ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല എൻ്റെ അടുത്ത്, മറ്റേ അവിടെ വണ്ടി കൊണ്ടുവന്നിട്ടിപ്പോ അത് ആൾക്കാരൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്നപ്പോ അത് നോക്കാം. അത് ഈ ആർട്ടിസ്റ്റുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമാക്കാർ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴേ കുറച്ച് കൂടിയ വണ്ടിയാണെങ്കിൽ ആണി വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം വണ്ടി നോക്കാൻ വേണ്ടി ഒരാൾ വേണം, നോക്കി നടത്താൻ വേണ്ടിട്ട്. വണ്ടി നോക്കിയും കണ്ടുമൊക്കെ നിൽക്കാൻ അറിയാം ഒരു കാറ്. ചെയ്യാം സാറേ ചെയ്യാം. ഞാൻ ശമ്പളം കൊടുക്കാം. മതി മതി. അപ്പൊ ഈ നിമിഷം പോലെ കയറട്ടെ. സാറ് വണ്ടിയോടെ കിടക്കുന്ന പറഞ്ഞാൽ വെളിയിൽ കിടപ്പുണ്ട്. ശരി ശരി അയ്യോ ചെല്ലേട്ടാ. ഓ, സാർ ശരി സാർ. അങ്ങനെ പറ, നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോ, ഒരു മര്യാദ കാണിക്കുന്നേ. വളരെ വളരെ ഉപകാരം സാർ. സാർ പറഞ്ഞു നോക്കി കണ്ടൊക്കെ നിൽക്കി. വണ്ടി ഏതാന്ന് മനസ്സിലായോ? അവിടെ കിടപ്പുണ്ട് ചേട്ടൻ്റെ ഒരു സാറിന്റെ പുതിയ വണ്ടിയാണ്. വോൾവോ ഓളോ കിടപ്പുണ്ട്. വോൾവോ കിടപ്പുണ്ട്. നോക്കി കണ്ടോ നിൽക്കണേ. അയ്യോ വളരെ ഉപകാരം കിട്ടാ സാറേ. ദൈവമേ ചിലപ്പോ ഇന്നൊരു നല്ല ദിവസമായിരിക്കും. ഞങ്ങൾക്ക് ഒരു പണി കിട്ടി നന്നായി വരട്ടെ അല്ലേ? പിന്നെ കുറെ അധ്വാനിക്കുന്ന ജോലിയാണെങ്കിലേ ഉള്ളൂ പ്രശ്നം. ഇതൊക്കെ അവിടത്തേക്ക് ഇഷ്ടമാണ് പുള്ളി. സാറിന് ഇനിയിപ്പോ അടുത്തൊരു പടം വരുന്നത് മഹേഷും മാരുതി അല്ലേ? അതെ അതെ. നന്നായിരിക്കട്ടെ സാറിന് ഐശ്വര്യം ഉണ്ടാവും. മാരുതി നോക്കി കണ്ടൊക്കെ നടത്താൻ വണ്ടി എന്ന് പറഞ്ഞ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും നന്നായിട്ട് നോക്കും. നമ്മള് തിയേറ്ററിൽ വന്ന ആ പടം കാണും അല്ലേ? അയ്യോ, സന്തോഷം. ദൈവം അനുഗ്രഹിക്കും സാറിനെ. ശരി ശരി. ഓടിച്ചില്ല അങ്ങോട്ട്. ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. ആ വെളിയിൽ കിടക്കുന്ന ഓൾവോ സാറിന് വണ്ടിയല്ലേ? അതെ സാറേ അതിലൊരു വേറൊരു വണ്ടി ഒന്ന് തട്ടി. അയ്യോ അല്ല അവര് നിർത്താതെ പോവുകയും ചെയ്ത്. ഞാൻ ഒരാളിനെ അയച്ചിരുന്നില്ല. എന്റെ മരുമോനെപ്പെട്ട് ഒരു ഹൈറ്റേക്ക് ഉള്ള വയറൊക്കെ ഉള്ള ഒരു മനുഷ്യനെ വിട്ടായിരുന്നല്ല. അത് വണ്ടി എടുത്ത് പോട്ട്. എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? ഇല്ല സാർ ഒന്നും അയാളെ വരാൻ പറഞ്ഞു. അയ്യോ. ഇത് ഒരാൾക്കൊരു ഇതാണ് അവൻ എന്താ ഉപകാരം ചെയ്യുന്ന പറയാനില്ല. ഈ ബിനോയ് നീ കേറുവാ. നീ വാ നീ വാടാ. സാറേ ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കാം സാർ. രാജ് സാറിന്റെ വണ്ടി എടുത്താണോ നിന്നെ നിൽക്കാൻ പറഞ്ഞേ? ഇങ്ങോട്ട് വേണം. ഞാൻ വണ്ടി കഴുകി. വണ്ടി കഴുകി വന്ന് എടാ രാജു സാറിന്റെ വണ്ടി നീ കഴുകിക്കൊണ്ടൊക്കെ നിന്ന സമയത്ത് ആരെങ്കിലും വണ്ടി കൊണ്ട് തട്ടിയായിരുന്നോ? തട്ടിയായിരുന്നോ? തട്ടി. നീ അവൻ എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല. നീ ഒന്നും മിണ്ടിയില്ലേ? എന്താ അതെന്തിനാ ഞാൻ വിടുന്നത്? എടാ അവന്റെ നമ്പറെങ്കിലും നോട്ട് ചെയ്താ? എന്തിനാച്ചാ ഇതൊക്കെ? എടാ സാറ് നിന്നോട് എന്താണ് പറഞ്ഞത്? വണ്ടി അവിടെ പോയി നോക്കിയും കണ്ട് നിൽക്കാനല്ലേ? നീ അത് ചെയ്യണ്ടായിരുന്നാ? വണ്ടി വന്ന് തട്ടി, അവൻ തിരിച്ചെടുത്തോണ്ട് പോയി. ഇതൊക്കെ ഞാൻ നോക്കി കണ്ട് അവിടെ നിൽക്കായിരുന്നു. ഇങ്ങനെ നോക്കിയും കണ്ട് നിൽക്കാനാണ് സാറ് നിന്നെ പറഞ്ഞു വിട്ടത്? അങ്ങനല്ലേ സാറ് പറഞ്ഞത്? പിള്ളാടോ തന്നെ സമ്മതിക്കട്ടെ. നോക്കിയും കണ്ട് നിൽക്കാൻ പറഞ്ഞ ഇങ്ങനെയാണ്. ഒരാൾ വണ്ടി ഇടിച്ചിട്ട് പോകുന്നത് അത് നോക്കിയും കണ്ട് വാ വിളിച്ച് നിന്നാണ്. സാറേ ഞാൻ ഞാൻ ഈ 5-6 വീട്ടിലെങ്കിലും പോയി തൂത്തും തുടച്ചിട്ടാണെങ്കിലും ആ കട ഞാൻ വീട്ടിൽ കൊള്ളാം സാറേ. അത് പരാതി കേസാക്കരുത്. കാര്യം എല്ലാം കൂടെ താങ്ങ എന്നെ കൊണ്ട് വയ്യാത്തോണ്ടാണ്. പോകാം നമുക്ക്. നാഴ്സ സാറേ, സാറിന്റെ വണ്ടിയല്ലേ BMW വൈറ്റ് അവിടെ കിടക്കുന്നത്? അതിന് എന്തായാലും നോക്കിയും കണ്ടി ചെയ്യണം. വേണ്ട എന്റെ പൊന്നേ, വേണ്ട കാണുക വേണ്ട. എന്റെ പൊന്നെ ചേട്ടാ, നിങ്ങൾ പണിക്കും പോണ്ട ഒന്നിനും പോണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ വേലെടുത്ത് നിങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളാം. കേട്ടല്ലോ? ഇടി ഇത് തന്നെയല്ലേ ഞാൻ രാവിലെ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ പറഞ്ഞത്? എന്നെ പണിക്ക് വിട്ടാൽ നിങ്ങൾക്ക് തന്നെ അത് ബാധ്യതയാകുമെന്ന്. പോകാ പറഞ്ഞ മനസ്സിലായില്ലേ? അനുഭവിച്ചല്ലേ മനസ്സിലാക്കി.